നമസ്കാരം. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അഥവാ ചരക്ക് സേവന നികുതി GST നിലവിൽ വന്നത് 2017 ജൂലൈ 1-ാം തീയതിയാണ്. ആരൊക്കെയാണ് രജിസ്ട്രേഷൻ എടുക്കേണ്ടതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി ഞാൻ പറയാം. 3 കണ്ടീഷൻസ് ആണ് GST രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടത്. അതായത് ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക വർഷം ട്രേഡിംഗ് ഗുഡ്സിന്റെ ട്രേഡിംഗ് നടത്തുന്നവർ ഒരു സാമ്പത്തിക വർഷം 40 ലക്ഷത്തിന് മുകളിൽ വിറ്റുവരവ് ഉണ്ടെങ്കിൽ അവർ GST രജിസ്ട്രേഷൻ എടുക്കാൻ ബാധ്യസ്ഥരാണ്. രണ്ടാമത്തേത് സർവീസ് അഥവാ സേവന മേഖലയുള്ളവർ ഒരു വർഷം സാമ്പത്തിക വർഷം 20 ലക്ഷത്തിന് മുകളിൽ വിറ്റുവരവ് ഉണ്ടെങ്കിൽ അവർ GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് സേവന മേഖലയിലും ഗുഡ്സിന്റെ ട്രേഡിംഗും നടത്തുന്നവർ രണ്ടും കൂടി ഒരുമിച്ച് നടത്തുന്നവർ അവർക്ക് രണ്ടാമത്തെ കണ്ടീഷനാണ് ആപ്ലിക്കബിൾ. അതായത് അവര് 20 ലക്ഷത്തിന് മുകളിൽ വിറ്റുവരുണ്ടെങ്കിൽ അവര് GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. GST രജിസ്ട്രേഷൻ എടുത്താലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ സാധിക്കും എന്നാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ്. അതായത് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ടാക്സ് അടയ്ക്കാറുണ്ട്. ഈ ടാക്സ് നമുക്ക് GST രജിസ്ട്രേഷൻ എടുക്കുന്നതിലൂടെ ഓരോ മാസം അത് ക്ലെയിം ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് സെയിൽസ് അഥവാ ഔട്ട്പുട്ട് ടാക്സുമായിട്ട് നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തേത് ഒരു ലീഗൽ റെക്കഗ്നിഷൻ സ്ഥാപനത്തിന് ഉണ്ടാവും. GST രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ മാർക്കറ്റിംഗിലൂടെ സ്ഥാപനത്തിന്റെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ്. മൂന്നാമത്തേത് നമുക്ക് ക്യാഷ് ഫ്ലോ, സ്ഥാപനത്തിന്റെ ക്യാഷ് ഫ്ലോ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കൃത്യമായിട്ട് നമ്മൾ ക്ലെയിം ചെയ്യുന്നതിലൂടെ സ്ഥാപനത്തിന് ഒരു നല്ല നിലയിലുള്ള ക്യാഷ് ഫ്ലോ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്.